എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട് വളർന്നു വന്നൊരു യൂണിഫോം നമ്മൾ സ്വപ്നം കാണിച്ചൊരു ജോലിയാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതൊന്ന് ധരിക്കണം. ആ ഒരു സ്റ്റാർസ് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് തന്നെ പറയാം. ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ്. 6 വർഷത്തെ നീണ്ട യാത്രയാണ്. കുറച്ച് പേര് ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ജയിച്ചിട്ട് കാണുമ്പോൾ ഇവൻ രക്ഷപ്പെടില്ല എന്ന് കരുതിയെടുത്ത് നിന്നിട്ട് ഇവൻ കൊള്ളാം എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തുള്ളൂ. ആ മോട്ടിവേഷൻ ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ബാക്കിയുള്ള കേസിൽ ഞാൻ സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ ഈ കാണാൻ 104 പേർക്ക് അതേപോലെ ഓരോ കഥകളുണ്ടായിരുന്നു. ഞാൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇന്റർവ്യൂ എത്തുന്ന സമയം തൊട്ടാണ് കേസ് മെന്ററിന്റെ കൂടെ നിങ്ങൾ ടെസ്റ്റ് സീരീസ് പിന്നെ ഇന്റർവ്യൂ ക്ലാസ്സസ് എല്ലാം ഞാൻ പിന്നെ ഇന്റർവ്യൂ ക്ലാസ്സിന് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയം തൊട്ടും കേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ സഹയാത്രികയായിട്ട് വന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഇതുപോലെ കുറച്ച് അധ്യാപകരുണ്ട്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് നിൽക്കുക. എത്ര നാളാണോ ഞാനിത് അച്ചീവ് ചെയ്യുന്നത്, ഈ എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യുന്നത് വരെ നിൽക്കുക. ഞാൻ പണ്ട് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഈ 6 വർഷം ഇതിനോട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ല ഇറങ്ങുന്നത്. ഫസ്റ്റ് ചാൻസിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത്, സെക്കൻഡ് തേർഡ് എപ്പോഴാണ് കിട്ടുന്നതെന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാവോ? ഇന്നത്തെ ദിവസം എന്താ പറയുക, ഞങ്ങള് മറ്റൊരു ജോലി വേണം, അല്ലെങ്കിൽ മറ്റൊരു ലൈഫിലേക്ക് മാറാൻ ഒരുപാട് ആഗ്രഹിച്ച നമ്മൾ സ്വപ്നം കാണിച്ചൊരു ജോലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട് വളർന്നു വന്നൊരു യൂണിഫോം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതൊന്ന് ധരിക്കണം. ആ ഒരു സ്റ്റാർസ് അതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പോലീസ് ഫാമിലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രചോദിപ്പിച്ച ഒരു യൂണിഫോമാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ പാസിംഗ് ഔട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഗ്രാജുവേഷൻ സെറമണി ഇന്നലെ ആയിരുന്നു. ഇപ്പോൾ പാസിംഗ് ഔട്ട് കഴിഞ്ഞ് ഒരുപാട് അഭിമാനം തോന്നുന്നൊരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നെല്ലാം പരേഡെല്ലാം പൂർണ്ണമായിട്ടും ഞാൻ 99 എന്ന് പറയുന്നില്ല, 100% നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞങ്ങൾ എല്ലാവരും ചെയ്തു. അതിൻ്റെ ഒരു ടയർഡ്നെസ്സിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പാസിംഗ് ഔട്ട് പരേഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് തന്നെ പറയാം, സബ് ഇൻസ്പെക്ടർ യൂണിഫോം ധരിക്കാൻ കഴിഞ്ഞത്. പ്രിപ്പറേഷൻ ടൈമിൽ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഇപ്പം ഞാനെന്നല്ല, ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പം നമ്മൾ 10 പേരുണ്ട്, 10 പേരിൽ നിന്ന് 2 പേര് മാത്രം വ്യത്യസ്തമായിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബാക്കി 8 പേരും എനിക്കത് ശ്രമിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ശ്രമിക്കുന്നില്ല എന്നാൽ അവനെ തകർക്കാം. ഇങ്ങനൊരു ചിന്താഗതിയായിരിക്കും എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെത് ഈ സബ് ഇൻസ്പെക്ടർ യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിലേക്ക് എത്തുക എന്നാണ് മെയിൻ എയിം. ഈ യൂണിഫോം കണ്ട് വളർന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു 6 വർഷത്തെ നീണ്ട യാത്രയാണ്. എല്ലാം കൂടെ പഠനം ഉൾപ്പെടെ എല്ലാം കൂടെ ഒരു 6 വർഷം. ഞാൻ ഫയർമാനായിട്ട് കയറിയതിന് ശേഷം 2ാമത് പഠിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒരുപാട് നമ്മുടെ ഈ റിലേറ്റീവ്സും ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് പേര് ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ജയിച്ചിട്ട് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന അവരുടെ ഇവൻ രക്ഷപ്പെടില്ല എന്ന് കരുതിയെടുത്ത് നിന്നിട്ട് ഇവൻ കൊള്ളാം എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തുമല്ലോ. ആ മോട്ടിവേഷൻ ഞങ്ങൾ സ്വപ്നം കാണുമല്ലോ. ഞാൻ ബാക്കിയുള്ള കേസിൽ ഞാൻ സ്വപ്നം കാണിച്ചു. അപ്പോൾ ഈ കാണാൻ 104 പേർക്ക് അതേപോലെ ഓരോ കഥകളുണ്ടായിരിക്കും. എന്നെ അതിലേക്ക് നയിച്ച കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്, ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാനിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ സ്റ്റിക്ക് നോട്ട്സ് വെക്കുന്നതിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു സാധനത്തിൽ അതിൽ നോട്ട് ചെയ്താൽ വെക്കും. അപ്പം എനിക്കത് ഓരോ ദിവസം കാണുമ്പോൾ അത് ബൂസ്റ്റ് ചെയ്യും. ഞാൻ നോർമൽ കേസിൽ ഞാനൊരു ദിവസം ഒരു 6 മണിക്കൂർ പഠിക്കുമെങ്കിൽ അതോടെ കാണുമ്പോൾ 7 മണിക്കൂറാക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് തോന്നലാക്കും. അപ്പം നമ്മൾ രക്ഷപ്പെട്ട് കാണിച്ചു കൊടുക്കണം. അപ്പം ഇപ്പോഴും അവർ നമ്മളെ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ സിറ്റുവേഷൻ നമുക്ക് ഇത് തന്നെയാണ് മോട്ടിവേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എത്തുന്നത് എന്നാണ് മോട്ടിവേഷൻ. ഒത്തിരി ചലഞ്ചസ് കൂടിയാണ് കടന്നു വന്നത്. അപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റില് എനിക്കിത് വയ്യ, എനിക്കിത് ഉപേക്ഷിക്കണം, ഇത് മടുത്തു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും തോന്നും, പക്ഷെ നമുക്ക് നിർത്തുക എന്ന് തോന്നില്ല. ഒരു ഉദ്യോഗാർത്ഥിക്ക് ആദ്യം വേണ്ടത്, ഒരു വിദ്യാർത്ഥിയാണെങ്കിലും എന്ത് പഠിക്കുന്ന ഒരാളാണെങ്കിലും ആദ്യം വേണ്ട ഒരു കൺസിസ്റ്റൻസിയാണ്. അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് നിൽക്കുക. എത്ര നാളാണോ ഞാനിത് അച്ചീവ് ചെയ്യുന്നത്, ഈ എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യുന്നത് വരെ നിൽക്കുക. ഇപ്പം ഞാൻ 1 വർഷത്തേക്ക് ഞാൻ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പണ്ട് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഈ 6 വർഷം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ല ഇറങ്ങുന്നത്. ഫസ്റ്റ് ചാൻസിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത്, സെക്കൻഡ് തേർഡ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അന്ന് സ്റ്റോപ്പ്. എനിക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. കാര്യം ഞാനൊരു എംപ്ലോയി ആയിരുന്നു മുമ്പ്. ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഒരു ഡിവൈൻ പോസ്റ്റിലുണ്ടായിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർമാൻ എന്നുള്ള രീതിക്ക് നല്ലൊരു പോസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ജോലിയോടൊത്ത് തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഡിഗ്രി പോസ്റ്റിലേക്ക് മാറണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തു. ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അപ്പോഴും നമ്മൾ കളഞ്ഞു പോകുമെന്ന് വിചാരിച്ചില്ല, നമ്മൾ നിർത്തിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. ചില എക്സാംസിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റേ വരത്തില്ല, ചിലത് സപ്ലൈയിൽ വരും, ചിലത് അങ്ങനെ കയറി സപ്ലൈ നമ്മൾ ആദ്യമായിട്ട് സപ്ലൈ ലിസ്റ്റ്, ഞാൻ ഇതിനേക്കാളും എക്സൈറ്റഡ് ആയത് ആദ്യമായിട്ട് സപ്ലൈ ലിസ്റ്റിൽ ഒരിടത്ത് എൻ്റെ പേര് കണ്ടപ്പോഴത്തേക്കും. ഈ ഫയർമാൻ എക്സാം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ്. ഒരു IRBയുടെ കമാൻഡ്. അപ്പോൾ അതിന് ഫിസിക്കലായിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പോയി. അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു വരും. അപ്പം നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് തന്നെ മനസ്സിലാവും, ആ ഒരു ഗ്രാഫ് കയറി വരുന്നത്. അപ്പം
നമ്മളത് അത് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതിന്റെ അൾട്ടിമേറ്റ്ലി ആ എൻജോയ്മെന്റിൽ എത്തുന്ന ദിവസം ഇന്നാണ്. ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയും ദൂരം താണ്ടി എന്നെ കാണാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നത്, എന്റെ കൂടെ സഹയാത്രികയായിട്ട് വന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഇതുപോലെ കുറച്ച് അധ്യാപകരുണ്ട്. ഏതൊരു റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി എന്ന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും അവന്റെ മെന്റർ, ഏറ്റവും വലിയ മെന്റർ എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. അവനെ തോന്നണം ഞാൻ എന്നെ ട്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്നെ മെന്റർ ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ അവൻ വിജയിച്ചു തുടങ്ങും. ഓക്കെ. അപ്പം ആരോടൊക്കെയാ നന്ദി പറയാനുള്ള, എടുത്തു പറയാൻ? നേരത്തെ ചോദിച്ചില്ല ഞാൻ തോറ്റു പോകുമോ അല്ലെങ്കിൽ തളർന്നു പോകുമെന്ന് വെച്ചാൽ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ താങ്ങായ ഒരുപാട് പേരുണ്ട്. ഒന്ന് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഒരു ഓൾമൈറ്റി ഒരു ദൈവം ഉണ്ടെങ്കിൽ അവർക്ക്, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ വീട്ടുകാരെ, ഇപ്പം നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെയും നമ്മളൊരു വീട്ടിലൊരു ആവശ്യം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും മുറി അടച്ചിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ഇരിക്കുക, ആ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ അവരൊക്കെ അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ്, ഇപ്പം എൻ്റെ പാരൻസിന്, എൻ്റെ പാരൻസ് അവർക്കറിയാം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലത്ത് എന്നിലൊരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. എൻ്റെ ഫാദർ ആണെങ്കിലും എൻ്റെ മദർ ആണെങ്കിലും അവർക്ക് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ എന്നെ ഒരുപാട് കുറച്ച് റിലേറ്റീവ്സിൽ എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു റിവെഞ്ച് ഇട്ടുതന്ന കുറച്ച് ബന്ധുക്കളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരോട് ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് ഇപ്പം. ആ ഒരു റിവെഞ്ച് അവർ പറഞ്ഞതുപോലെ അവരുദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസിലോട്ട് നമ്മൾ എത്തുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ഇതാണ് ഞാൻ എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ ഉയർത്തി തന്നതിന് അവരോട് ഏറ്റവും വലിയ നന്ദിയുണ്ട്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, സ്വന്തം സാഹചര്യമായിട്ട് വന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ നന്ദിയുണ്ട്. അപ്പം ഇനി നമുക്ക് യൂണിഫോം പോസ്റ്റുകളിലേക്ക് ഉള്ളത് വിളിക്കുന്നുണ്ട്. അപ്പം ആ വരുന്ന ഉദ്യോഗാർത്ഥികളോട് സാറിന് എന്താ പറയാനുള്ളത്? അപ്പൊ നമുക്ക് ഈ ഒരു ജോബിലേക്ക് നമ്മൾ എത്തുക എന്നതിലുള്ള കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ മറ്റൊരു ജോബും കിട്ടത്തില്ല. അത് ഇറ്റ്സ് യുവർ ചോയ്സ്, ഇത് വേണോ മറ്റത് വേണോ. അപ്പം എൻ്റെ ചോയ്സ് ഞാൻ എന്താണെന്ന് പിന്നീട്, അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ തീരുമാനിക്കും. അപ്പൊ ഇതിന് കിട്ടുന്ന റെക്കഗ്നിഷൻ മറ്റൊരു ജോബിനും കിട്ടത്തില്ല. ഇതൊരു ഡെഡിക്കേഷനാണ്. യൂണിഫോം എന്ന് പറയുന്നത് ഒരു ജോബ് അല്ല, ഇറ്റ്സ് എ സർവീസ്. എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും എല്ലാം അത് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തനാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവുക. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പം ഞാനൊരു മറ്റൊരു ജോബിലേക്ക് പോവുകയാണ്, ഇപ്പോൾ ഒരു LD ക്ലർക്കോ ഒരു എന്താണ് സെക്രട്ടറി അസിസ്റ്റന്റ് അങ്ങനെ എന്ത് ജോബിൽ പോവുകയാണെങ്കിലും നാളത്തെ കാലത്ത് അവിടെ ഇരിക്കുന്ന ഒരു സ്വപ്നം എനിക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെനിക്കൊരു സ്വപ്നം കാണുന്നത് നമ്മൾ ചെറുതിലെ കണ്ടു വളർന്നത്, എൻ്റെ കേസിൽ എൻ്റെ ഒരു ലെഗസിയാണ്, ഒരു പാരമ്പര്യമാണ്. ഞാനിത് കണ്ടു വളർന്നതുകൊണ്ട് യൂണിഫോമിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ സബ് ഇൻസ്പെക്ടർ യൂണിഫോം ധരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, അതിനെ മുറുക്കെ പിടിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലും റിവെഞ്ച് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ഈ ഊതിക്കാച്ചിയ ആലയിൽ എന്ന് പറയുന്നത് പോലെ അതിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക, അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. നമുക്ക് തന്നെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തേ ഉള്ളൂ. മീൻസ് അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ. നാളത്തെ കാലത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിക്കും. ആരാണെങ്കിലും അത് സക്സസ്സിൽ എത്തിയിരിക്കും. അത് ഞാനൊരു ഭയങ്കര ഈ പറഞ്ഞതുപോലെ ഭയങ്കര നല്ല രീതിക്കുള്ള ഒരുപാട് പഠിച്ച് വന്നൊരു വിദ്യാർത്ഥി ഒന്നുമില്ല. ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ. മറ്റൊരു പുറത്തുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻറ്റ് 2 പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് 5 പ്രാവശ്യം വായിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഞാൻ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എത്താൻ കഴിയും. കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.